ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കടയിൽ കയറുമ്പോൾ ഒരു ചെറിയ കണ്ണ് നിങ്ങളെ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ആ CCTV ക്യാമറ തന്നെ. അപ്പോൾ ആ കണ്ണുകൾക്ക് പിന്നിലുള്ള ആ ഒരു ടെക്നോളജി എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഒരു സിഗ്നൽ എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിൽ എത്തുന്നത് എന്നതിന്റെ ആ ഒരു യാത്ര. ഇപ്പൊ നോക്കിയേ, എവിടെ തിരിഞ്ഞാലും ഇവയെ കാണാം അല്ലേ? റോഡിലായാലും ഷോപ്പിലായാലും ഓഫീസിലായാലും എന്തിന്, ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീടുകളിൽ വരെ. ഓക്കെ, അവ നമ്മളെ കാണുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ശരിക്കും അവ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നത്? ആ കാഴ്ച എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമുക്കൊരുമിച്ച് ഇതിന്റെ ഒരു ഉത്തരം തേടിപ്പോകാം. അപ്പോ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ CCTV സിസ്റ്റം എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊരു സെക്യൂരിറ്റി ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ്. അതായത് ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ, ഒരാൾക്ക് 10 പേരുടെ പണി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ കുറച്ച് ഗാർഡുകളെ വെച്ച് ഒരു വലിയ ഏരിയ മുഴുവൻ നിരീക്ഷിക്കാൻ ഈ സിസ്റ്റം സഹായിക്കും. അതാണ് സംഭവം. ഇതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷൻ എന്ന് വിളിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സാധാരണ TV ചാനലുകളില്ലേ, അതിന്റെ സിഗ്നലുകൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ പുറത്തേക്ക് വിടുകയാണ്. എന്നാൽ CCTV അങ്ങനെയല്ല. അതിന്റെ സിഗ്നലുകൾ ഒരു അടഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത്. അതായത് ക്യാമറയിൽ നിന്ന് നേരെ മോണിറ്ററിലേക്ക്. വേറെ ആർക്കും ആ വഴിക്ക് പ്രവേശനമില്ല. അതാണ് ആ ക്ലോസ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കേ, അപ്പോ ഈ കാണുന്ന ഡയഗ്രം ഇല്ലേ, ഇതായിരിക്കും നമ്മുടെ ഇന്നത്തെ വഴികാട്ടി. ഒരു സിഗ്നൽ ക്യാമറയുടെ കണ്ണിൽ നിന്ന് തുടങ്ങി പല വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം കൺട്രോൾ റൂമിലെ സ്ക്രീനിൽ എത്തുന്നതുവരെയുള്ള ആ ഒരു മുഴുവൻ യാത്രയും നമുക്കിത് വെച്ച് മനസ്സിലാക്കാം. അപ്പോ നമുക്ക് യാത്രയുടെ ആദ്യ സ്റ്റോപ്പിലേക്ക് പോകാം, സിസ്റ്റത്തിന്റെ കണ്ണുകളിലേക്ക്, അതായത് ക്യാമറകളിലേക്ക്. ഏത് ക്യാമറ എടുത്തു നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും ഈ 3 ആൾക്കാരുണ്ടാകും. ഒന്നാമത്തേത് ലെൻസ്, അത് നമ്മുടെ കണ്ണ് പോലെ വെളിച്ചത്തെ പിടിച്ചെടുക്കും. രണ്ടാമത് ഇമേജ് സെൻസർ, ഈ വെളിച്ചത്തെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത് ഈ സെൻസറാണ്. പിന്നെ ഒരു പ്രോസസ്സിംഗ് സർക്യൂട്ട്, ഇതാണ് ക്യാമറയുടെ ഒരു ചെറിയ തലച്ചോറ്. ഈ സിഗ്നലിനെ ഒരു വീഡിയോ ഫയലാക്കി മാറ്റി പുറത്തേക്ക് അയക്കുന്നത് ഈ സർക്യൂട്ടാണ്. കണ്ടില്ലേ, സിമ്പിളാണ് സംഭവം. ഇനി ക്യാമറകൾ തന്നെ പലതരമുണ്ട്. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട 2 എണ്ണം നോക്കാം. ഫിക്സഡ് ക്യാമറകൾ. പേര് പറയുന്ന പോലെ തന്നെ ഒരിടത്ത് ഫിക്സ് ചെയ്തു വെച്ചാൽ അത് ആ ഒരു ആംഗിൾ മാത്രമേ കാണിക്കൂ, അനങ്ങില്ല. പക്ഷേ രണ്ടാമത്തെ ആൾ, ഈ PTZ ക്യാമറ, ഒരു സംഭവം തന്നെയാണ്. അതിനെ നമുക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം, മുകളിലേക്കും താഴേക്കും നോക്കാം, പിന്നെ സൂം ചെയ്ത് ദൂരെയുള്ള ഒരാളെ വരെ ക്ലിയറായിട്ട് കാണാം. ഒരു ഡിറ്റക്റ്റീവിനെ ഇതൊന്ന് നോക്കിയേ, ഇടതുവശത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കളർ ക്യാമറയുടെ ദൃശ്യം. ഇനി വലതുവശത്തേക്ക് നോക്കൂ, അടിപൊളിയല്ലേ? ഇതാണ് തെർമൽ ക്യാമറയുടെ മാജിക്. ഇത് വെളിച്ചത്തെയല്ല, മറിച്ച് ചൂടിനെയാണ് കാണുന്നത്. മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ശരീരത്തിൽ നിന്നുള്ള ചൂട്. അപ്പോ കട്ടപ്പുകയോ മൂടൽമഞ്ഞോ ഉണ്ടെങ്കിലും ഇതിനൊരു പ്രശ്നവുമില്ല, ആളെ കൃത്യമായിട്ട് കാണിച്ചു തരും. ഒരു CCTV സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, അത് ലെൻസാണ്. ഈ ഹാൻഡ്ബുക്കിൽ പറയുന്നതുപോലെ ലെൻസ് മോശമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സിസ്റ്റത്തിലെ ബാക്കി ഭാഗങ്ങൾ എത്രയൊക്കെ ഗംഭീരമായിട്ടും ഒരു കാര്യമില്ല. സിമ്പിളായി പറഞ്ഞാൽ, എത്ര നല്ല ക്യാമറ ബോഡി ഉണ്ടായിട്ടും കാര്യമില്ല, കണ്ണ് മോശമാണെങ്കിൽ കാഴ്ചയും മോശമായിരിക്കും, അത്രയുള്ളൂ. ലെൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഫോക്കൽ ലെങ്ത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ക്യാമറയ്ക്ക് എത്ര വീതിയിൽ കാണാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. ഉദാഹരണത്തിന്, ഒരു ചെറിയ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു റൂം മുഴുവനായിട്ട് കാണാൻ പറ്റും, ഒരു വൈഡ് വ്യൂ. അതേസമയം ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് ദൂരെയുള്ളൊരു നമ്പർ പ്ലേറ്റ് വരെ സൂം ചെയ്ത് കാണാൻ പറ്റും, ഒരു നാരോ വ്യൂ. അതാണ് വ്യത്യാസം. ഇനി ലെൻസിന്റെ ക്വാളിറ്റി എത്രത്തോളം പ്രധാനമാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണിത്. ഇടതുവശത്തുള്ള ചിത്രം കണ്ടോ? നേരെ നിൽക്കേണ്ട ആ ലൈനുകളൊക്കെ ഒരു വീപ്പ പോലെ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത്. ഇതിനാണ് ബാരൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇത് ക്വാളിറ്റി കുറഞ്ഞ ലെൻസിന്റെ ഒരു പ്രശ്നമാണ്. ഇനി വലതുവശത്തേക്ക് നോക്കൂ, കണ്ടോ ആ വ്യത്യാസം? ഒരു നല്ല ലെൻസ് ലോകത്തെ ഉള്ളതുപോലെ ഒരു വളവും തിരിവുമില്ലാതെ കാണിച്ചു തരും. ശരി, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ കണ്ണ് ചിത്രം പകർത്തിക്കഴിഞ്ഞു. ഇനി ആ സിഗ്നലിനെ തലച്ചോറിലേക്ക് എത്തിക്കണ്ടേ? ഈ യാത്ര നടക്കുന്നത് സിസ്റ്റത്തിന്റെ നാഡീവ്യൂഹത്തിലൂടെയാണ്, അതായത് കേബിളുകളിലൂടെ. ഈ സിഗ്നൽ അയക്കാൻ പ്രധാനമായും 3 വഴികളുണ്ട്. ആദ്യത്തേത് കോആക്സിയൽ കേബിൾ. നമ്മുടെ വീട്ടിലെ പഴയ ഡിഷ് ടിവിയുടെ കേബിൾ പോലെ ഇരിക്കും ഇത്. പിന്നെ വരുന്നത് ഫൈബർ ഓപ്റ്റിക്സ് ആണ്. ഇത് ലൈറ്റ് സിഗ്നലുകളായാണ് ഡേറ്റ അയക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര വേഗവും സുരക്ഷയുമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് IP നെറ്റ്വർക്ക്, അതായത് ഇന്റർനെറ്റ് വഴി വീഡിയോ അയക്കുന്ന പരിപാടി. ലോകത്തെവിടെയിരുന്നും നമുക്ക് ക്യാമറ കാണാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്.
ഓക്കെ, സിഗ്നൽ ഇപ്പോൾ കൺട്രോൾ റൂമിലെത്തി. ഇനി അടുത്ത പടി എന്താ? ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിന്റെ തലച്ചോറിലേക്കും മെമ്മറിയിലേക്കും കടക്കാണ്. ഇവിടെയാണ് DVRും NVRും വരുന്നത്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം വളരെ സിമ്പിളാണ്. DVR, അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ, ക്യാമറയിൽ നിന്ന് വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റുന്നത് റെക്കോർഡറിനുള്ളിൽ വെച്ചാണ്. എന്നാൽ NVR, അതായത് നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ, അങ്ങനെയല്ല. ക്യാമറ തന്നെ വീഡിയോയെ ഡിജിറ്റലാക്കി നെറ്റ്വർക്ക് വഴി അയക്കും. NVR അത് വാങ്ങി സൂക്ഷിക്കേ വേണ്ടൂ. പണി കുഴവാണ്. ഇനി ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്: ഡേറ്റയുടെ വലിപ്പം. അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ കംപ്രഷൻ അല്ലെങ്കിൽ ഫയൽ സൈസ് കുറയ്ക്കുന്നത് ഇത്രയധികം അത്യാവശ്യമായി വരുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ നമ്പർ ഒന്ന് നോക്കൂ, 216 GB. പലരുടെയും ലാപ്ടോപ്പിൽ പോലും ഇത്രയും സ്റ്റോറേജ് ഉണ്ടാകില്ല, അല്ലേ? ഇത് വെറും ഒരു നമ്പറല്ല, ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഇതാണ് ഞെട്ടിക്കുന്ന സത്യം. ആ 216 GB എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാമറയിൽ നിന്ന് ഒരു കംപ്രഷനും ചെയ്യാത്ത വെറും 2 മണിക്കൂർ വീഡിയോയുടെ സൈസാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ, 10-20 ക്യാമറകൾ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രമാത്രം ഡേറ്റ വേണ്ടിവരുമെന്ന്. നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ നിറഞ്ഞു കവിയും. അതുകൊണ്ടാണ് കംപ്രഷൻ ഇല്ലാതെ ഒരു രക്ഷയുമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനാണ് JPG, MPEG-4, പിന്നെ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായ H.264 പോലുള്ള കംപ്രഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവയുടെ എല്ലാം ലക്ഷ്യം ഒന്നു മാത്രം: വീഡിയോയുടെ ക്വാളിറ്റിയിൽ വലിയൊരു കുറവ് വരുത്താതെ ഫയലിന്റെ സൈസ് പരമാവധി കുറയ്ക്കുക. ഒരു വലിയ ഫയലിനെ സിപ്പ് ചെയ്ത് ചെറുതാക്കുന്നത് പോലെ. ശരി, നമ്മളിപ്പോ ക്യാമറ, കേബിൾ, റെക്കോർഡർ, അങ്ങനെ എല്ലാ ഭാഗങ്ങളും തനിത്തനിയായി കണ്ടു. ഇനി ഇതെല്ലാം കൂടിച്ചേർന്ന് ഒരുമിച്ചെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇവിടെയാണ് മനുഷ്യന്റെ റോൾ വരുന്നത്. ഒരു സെൻട്രൽ മോണിറ്ററിംഗ് സ്റ്റേഷനിൽ ഒരു ഓപ്പറേറ്റർ ഇതുപോലെ ഒരുപാട് സ്ക്രീനുകൾക്ക് മുന്നിലിരിക്കും. അവർക്ക് ഒരേ സമയം 10-20 ക്യാമറകൾ നിരീക്ഷിക്കാൻ പറ്റും. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒരു PTZ ക്യാമറ സൂം ചെയ്ത് നോക്കാനും വേണ്ടപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഒരു യഥാർത്ഥ സാഹചര്യം നമുക്ക് സങ്കൽപ്പിക്കാം. ഒന്നാമതായി, ഒരു ഡോർ സെൻസർ പോലുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം ഒരു അലാറം കൊടുക്കുന്നു. ഉടൻ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ CCTV സിസ്റ്റം ആ ഡോറിന്റെ അടുത്തുള്ള ക്യാമറ ഓപ്പറേറ്ററുടെ മെയിൻ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഓപ്പറേറ്റർക്കത് കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താം. മൂന്നാമതായി, അവിടെ ഒരു കള്ളനാണോ അതോ വെറുമൊരു പൂച്ചയാണോ എന്ന് നോക്കി അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം നൽകാൻ അയാൾക്ക് സാധിക്കും. അതാണ് അതിന്റെ ഒരു ഫ്ലോ. അപ്പോ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. ക്യാമറയുടെ ലെൻസിൽ തുടങ്ങിയ ആ സിഗ്നലിന്റെ യാത്ര കേബിളുകളിലൂടെയും റെക്കോർഡറുകളിലൂടെയും കടന്ന് ഒടുവിൽ ഓപ്പറേറ്ററുടെ സ്ക്രീനിലെത്തുന്നതുവരെയുള്ള ആ ഒരു മുഴുവൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓരോ ഭാഗവും മറ്റൊന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റം. ഒരു കാര്യം ഓർക്കണം, നമ്മളിപ്പോൾ കണ്ട ഈ വിവരങ്ങളൊക്കെ 2013 ഒരു ഹാൻഡ്ബുക്കിൽ നിന്നുള്ളതാണ്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞു. ഇന്നാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, അല്ലേ? അപ്പോൾ അടുത്ത തലമുറയിലെ CCTV സിസ്റ്റങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവ വെറുതെ റെക്കോർഡ് ചെയ്യാൻ മാത്രമായിരിക്കുമോ? അതോ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് തരുന്ന ചിന്തിക്കുന്ന ക്യാമറകളായി മാറുവോ? എന്തായിരിക്കും ഭാവി? ഇതൊരു നല്ല ചോദ്യമാണ്, അല്ലേ? ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?